ഇന്ന് തട്ടുകടയിലത്തെ ഒരു പഴംപൊരി റെസിപ്പി ആയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒരു 4 വലിയ സ്പൂൺ പുളിച്ച ദോശമാവാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കറുത്ത എള്ളും ചേർത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെയായി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ദോശമാവിൻ്റെയൊക്കെ ഒരു അയവിലാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇതേപോലെ മാവ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം 6 മണിക്കൂർ പുളിക്കാൻ വെക്കുന്നുണ്ട്. അതായത് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. രാവിലെ ഒരു 9 മണിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 3 മണിക്ക് എടുത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 3 മണി 4 മണിയായ സമയത്ത് നമ്മളിതാ പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ചിലരിത് കട്ടിയിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പഴം 2ആയിട്ട് മുറിച്ചാൽ മതി. ഇനി നൈസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ വീണ്ടും ഒന്നുകൂടെ പകുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മാവ് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് പൊന്തി വരും എന്നെല്ലാം പറയുന്നത്, എന്നാലും ഇത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പഴങ്ങൾ മുക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ്. ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.